ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിപ്പം ഞാനിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതെന്ന് പറയുന്നത് ഒരു ലൈൻ ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. ലൈൻ ചേഞ്ച് നമുക്ക് എങ്ങനെ ചെയ്യാം, ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇപ്പം പറയാൻ പോകുന്നത്. ഇപ്പം നമ്മളൊരു മെയിൻ റോഡിലോട്ട് ഇറങ്ങിയാണ്. 80 കിലോമീറ്റർ സ്പീഡുള്ള ഒരു റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല റഷുണ്ട്. അപ്പോൾ ഈ ഒരു റോഡിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഈവനിങ് ടൈമിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് കിട്ടുന്നത്. നമ്മളിപ്പോൾ റോഡിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ചേഞ്ച് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ സെന്റർ മിറർ നോക്കണം, ഇൻഡിക്കേറ്റർ ഇടണം, ലെഫ്റ്റ് സൈഡ് മിറർ ഷോൾഡർ, എന്നിട്ട് വീണ്ടും സെന്റർ മിറർ ലെഫ്റ്റ് നോക്കിയിട്ട് നമ്മൾ സേഫ് ആയിട്ട് ഇതുപോലെ ലൈൻ ചേഞ്ച് ചെയ്യാം. ലൈൻ ചേഞ്ച് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി തിരിച്ച് ഓവർടേക്കാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിച്ച് അതേ ലൈനിൽ ഇറങ്ങേണ്ടി വരും. അതല്ല, ലൈൻ ചേഞ്ച് മാത്രമാണ് നമ്മളോട് പറഞ്ഞതെങ്കിൽ നമ്മൾ ഏത് ലൈനിലാണോ നിൽക്കുന്നോ അതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് അവര് വീണ്ടും റൈറ്റ് സൈഡിലേക്കുള്ള ലൈൻ ചേഞ്ച് പറയും. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ സെന്റർ മിറർ എന്നിട്ട് ഇൻഡിക്കേറ്റർ, അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് മിറർ ഷോൾഡർ, വീണ്ടും സെന്റർ മിറർ, ലെഫ്റ്റ് സൈഡ് മിറർ ആൻഡ് ചേഞ്ച്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുന്നത്, നമ്മളുടെ സ്പീഡ് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്ത് കേട്ട ഉടനെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്പീഡ് കുറയ്ക്കാൻ പാടില്ല. കാര്യം അങ്ങനെ സ്പീഡ് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിൽ വരുന്ന വണ്ടികൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ നമ്മൾ ലൈൻ ചേഞ്ച് എന്ന് കേട്ട ഉടനെ സ്പീഡല്ല നമ്മൾ കുറയ്ക്കേണ്ടത്. നമ്മൾ ഫസ്റ്റിൽ സെന്റർ മിറർ നോക്കുക, ഇൻഡിക്കേറ്റർ ഇടുക, ലെഫ്റ്റ് സൈഡ് മിറർ ഷോൾഡർ, എന്നിട്ട് സെന്റർ മിറർ നോക്കിയതിന് ശേഷം ആ ഒരു സ്പീഡിൽ അതേ പ്രോഗ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ സേഫ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ നമ്മളിപ്പോ ഒരു സിഗ്നലിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ സിഗ്നൽ കഴിഞ്ഞ് വരുന്ന ആ ഒരു സ്പോട്ടാണ് നമുക്ക് സാധാരണയായിട്ട് ലൈൻ ചേഞ്ചിന് കിട്ടുന്നത്. ഇപ്പോൾ ഈവനിങ് ടൈമിംഗ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും, ഒരുപാട് വാഹനങ്ങൾ റോഡിലുണ്ടാവും. അപ്പൊ അങ്ങനെ റോഡിൽ ഒരുപാട് വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ജംഗ്ഷനിൽ ഇപ്പൊ ഈ സിഗ്നലിൽ വരെയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് തിരിയുന്നത് പോലെ ആയിരിക്കും നമ്മൾ വരുന്നത്. വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ വളവിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ സിഗ്നൽ നോക്കി, സിഗ്നല് സേഫ് ആണോ, സിഗ്നലിൽ എന്തുമാത്രം വാഹനമുണ്ട്, ഏത് സിഗ്നലാണ് ഗ്രീൻ ആയി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ സിഗ്നലില് ആ ടേണിങ്ങിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒന്നും കൂടെ കാണിച്ചു തരാം. നമുക്കിപ്പോ ലൈൻ ചേഞ്ച് ചെയ്ത് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ സെന്റർ മിറർ നോക്കുക, ഇൻഡിക്കേറ്റർ ഇടുക, ലെഫ്റ്റ് സൈഡ് മിറർ ഷോൾഡർ, എന്നിട്ട് സെന്റർ മിറർ നോക്കുക, അതിനുശേഷം ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി നമ്മുടെ സ്പീഡ് ഒന്ന് പ്രോഗ്രസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ഇതേ കണക്ക് ലൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് സേഫ് ആയിട്ട് ലൈൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു രീതി. ഇപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇപ്പൊ ഏകദേശം ഒരു ലൈൻ ചേഞ്ചിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ലൈൻ ചേഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതൊരു നിങ്ങളുടെ ഒരു പാസ് റിസൾട്ടിനെ അത് ബാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത്, ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ മിറർ ചെക്ക് അല്ലെങ്കിൽ ഷോൾഡർ ചെക്ക് നമ്മൾ ചെയ്യണം. പക്ഷെ അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ മിറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളുടെ സ്റ്റിയറിംഗ് അതിന്റെ കൂടെ മൂവ് ആയി പോവാനായിട്ട് പാടില്ല. കാര്യം അങ്ങനെ വരുമ്പോൾ ലൈൻ ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മുടെ വണ്ടി മറ്റുള്ള ലൈനിലോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ
അത് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഒരു റോഡിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കൈ നമ്മൾ ഫ്രീ ആക്കിയിട്ടുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ലൈൻ ചേഞ്ച് ചെയ്ത് പറഞ്ഞു നമ്മൾ സെൻട്രൽ മിറർ നോക്കുന്നു. പക്ഷെ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലൈൻ ചേഞ്ച് പറഞ്ഞ ഉടനെ നമ്മൾ ഒരു കൈ നമ്മൾ ഫ്രീ ആക്കുക. ഒരു കൈ ഫ്രീ ആക്കിയതിന് ശേഷം നമ്മൾ സെൻട്രൽ മിറർ നോക്കുക. അപ്പൊ ഒറ്റ കൈയിലായിരിക്കും നമ്മൾ വണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളുടെ വണ്ടി ഒരു സൈഡിലോട്ട് മൂവ് ആകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൈ നമ്മൾ കൈ ഫ്രീ ആക്കുക. അതിനുശേഷം നമ്മൾ സെൻട്രൽ മിറർ നോക്കുക, ഇൻഡിക്കേറ്റർ ഇടുക, ലെഫ്റ്റ് സൈഡ് മിറർ നോക്കുക, ഷോൾഡർ ചെക്ക് ചെയ്യുക, വീണ്ടും സെൻട്രൽ മിറർ നോക്കുക. അതിനുശേഷം നമ്മൾ കൈ രണ്ടും പിടിച്ചുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് കുറച്ചൊന്ന് സ്പീഡ് കൂടി നമുക്ക് ഒന്ന് പ്രോഗ്രസ് ചെയ്ത് ലൈൻ ചേഞ്ച് ചെയ്ത് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്ത സമയത്ത് ചില ആൾക്കാർക്ക് വണ്ടി കൂടെ നമ്മൾ മിറർ ചെക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ വാഹനവും കൂടെ ആ സൈഡിലോട്ട് പോകുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് പറയുന്നതിന് ഒരു പരിഹാരം. അതിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കയ്യിൽ നമ്മൾ ഒന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു പരിശീലനം എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻ ചേഞ്ച് സമയത്ത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ആ ലൈൻ ചേഞ്ച് ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടെക്നിക്കും നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.